അള്ളാഹു എന്തൊക്കെ മഹത്തായ കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതായിരുന്നാലും മരണത്തിന്റെ സംഗതി ആലോചിക്കുമ്പോഴേക്ക് ഏറ്റവും വലിയ ഭയം മനുഷ്യനെ പിടികൂടുന്നു. മരണത്തെക്കുറിച്ച് മാത്രം അവനൊന്നും പറയാൻ സാധ്യമല്ല. എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിഞ്ഞില്ല. മരിച്ചവരാരും പോയി തിരിച്ചു വന്നിട്ടില്ല. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ വിളിക്കുത്തരം നൽകിയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയും മയ്യിത്ത്. പിന്നെ സമാധാനമൊന്നുമില്ല, പോയി മയ്യിത്ത്. മയ്യിത്ത് എപ്പോഴാ എടുക്കണ്? മയ്യിത്ത് എപ്പോഴാ കുളിപ്പിച്ചെടുത്തേക്കണ്? കോടീശ്വരനായിരിക്കാം, പ്രമാണിയായിരിക്കാം, രാജാവായിരിക്കാം, പ്രധാനമന്ത്രി ആയിരിക്കാം, ആരാണെങ്കിലും ശരി, മയ്യിത്ത് എപ്പോഴാ എടുക്കണ്? ജനാസ എപ്പോഴാ എടുക്കണ്? എപ്പോഴാ ഇറക്കണ്? എപ്പോഴാ കുളിപ്പിക്കാൻ എടുത്തു വെക്കുന്നത്? കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോഴേക്കതാ പള്ളിയിൽ നിന്ന് കട്ടില് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. 6 കാലുള്ള കട്ടിലിലൂടെ ഒരു യാത്ര പോവുകയാണ്. ഇന്നലെ വരെ പിണങ്ങിയാൻ പോലും ഇന്ന് വന്നിരിക്കുകയാണ്. ക്യാ ഹെ ദസ്തൂറെ ദുനിയാ ഖുദാറാ, ക്യാ ഹെ ദസ്തൂറെ ദുനിയാ ഖുദാറാ, മർത്തെ ദം തക് കിസി ने न पूछा, बाद मरने को मैयत को मेरी लोग सर पे उठाए हुए हैं. क्या है दस्तूर दुनिया खुदारा. ഈ ദുനിയാവിന്റെ നിയമം എത്ര വിചിത്രമാണ്. മർത്തദം തക് കിസീനെ ന പൂഛ. ഞാൻ മരിക്കുന്ന ദിവസം വരെ ആരും എന്റെ കഥ വന്നൊന്ന് ചോദിച്ചില്ല. മരിക്കുന്നവരെ ഞാൻ കഞ്ഞി കുടിച്ചോ എന്നാരും അന്വേഷിച്ചില്ല. ഞാൻ മരിച്ചപ്പോഴോ ബാദ് മർനെ കോ മയ്യത്ത് കോ മേരി ലോഗ് സർ പേ ഉഠായേ ഹുവേ ഹേ. ഞാൻ മരിച്ചപ്പോ ജനങ്ങൾ എന്റെ മയ്യത്തും കട്ടിൽ തലയിൽ കയറ്റി എന്നെ ബഹുമാനിച്ചിരിക്കുകയാണ്. മരിക്കണവരെ തിരിഞ്ഞു നോക്കാത്തവൻ പോലും മരിച്ചപ്പോ കട്ടിലെടുക്കാൻ വന്നിരിക്കണു. ഇന്നലെ വരെ പിണങ്ങി നിന്നവനും ഇന്ന് വന്നിരിക്കുകയാണ്. പിണങ്ങി നിന്നവനും വന്നിരിക്കുകയാണ്. ശവപ്പറമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഓർക്കണം, എന്തൊക്കെ മോഹങ്ങളാണ് ആ ഖബറടക്കം ചെയ്യപ്പെട്ട് കിടക്കുന്നത്. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരന്റെ മയ്യിത്താണ് ഈ ഖബറിലെങ്കിൽ കല്യാണം കഴിക്കപ്പെടാനുള്ള ഒരു മോഹമല്ലയോ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗം മാറാൻ ആഗ്രഹിച്ചവന്റെ മയ്യിത്താണതെങ്കിൽ രോഗം മാറേണ്ട മയ്യിത്തല്ലയോ ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ മോഹങ്ങളും അവസാനം പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുകയാണ്. അവസാനം കഫൻ തുണി കൊണ്ടുപോയിട്ട് മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം പടച്ചത്, അതിൽ നിന്നാണ് നിങ്ങളെ നാം പടച്ചത്, അതിലേക്കാണ് നിങ്ങളെ നാം മടക്കുന്നത്, അതിൽ നിന്ന് നിങ്ങളെ നാം വീണ്ടും പുറപ്പെടുവിക്കുകയും ചെയ്യും. നാളെ ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ കൂണുകൾ പോലെ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ഇസ്രാഫീൽ സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും കൂണുകൾ പോലെ പൊട്ടിമുളച്ചെഴുന്നേൽക്കുമ്പോൾ ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നവൻ ഞാനായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പൊള്ളു പറയാത്ത സത്യം മാത്രം പറഞ്ഞ മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. കഫൻ തുണിയായിട്ട് ഇങ്ങനെ ഖബറിൽ പോയി കിടക്കുമ്പോൾ എന്തൊക്കെ തോന്നും? ഒരു മഹാനായ മനുഷ്യൻ എഴുതി വെച്ച കവിതയിൽ പറയാൻ, ഞാനിങ്ങനെ ഖബറിൽ പോയി കിടക്കുമ്പോൾ ഞാൻ പറയും, എന്ത് പറയും? ദാഗ് ലഗ്നെ ന പായേ കഫൻ കോ ഏ ലഹദ് അപ്നി മിട്ടി സെ കഹ് ദോ, ദാഗ് ലഗ്നെ ന പായേ കഫൻ കോ ആജ് ഹി ഹംനെ ബദലേ ഹെ കപടേ ആജ് ഹി ഹം നഹായേ ഹുവേ ഹേ. ഇന്നാണ് ഞാൻ മരിച്ചത്, ഇന്നാണ് ഞാൻ കുളിച്ചത്, ഇന്നാണ് ഞാൻ മരിച്ചത്, ഇന്നാണ് ആൾക്കാരെന്നെ കുളിപ്പിച്ചത്. അതുകൊണ്ട് എൻ്റെ ഈ പുത്തൻ കഫൻ പുടിയിൽ നീ ചളിയാക്കരുതെന്ന് ഞാൻ എൻ്റെ ഖബറിടത്തോട് പറയുമെന്നൊരു മഹാനായ മഹാകവി കുറിച്ചു വെച്ചു. വേറൊരാൾ പറയാണ്, ഉസ്നെ ഷാദി ക ജോഡാ പെഹൻ കർ, ഉസ്നെ ഷാദി ക ജോഡാ പെഹൻ കർ സിർഫ് ചുമ്മാ ഥ മേരേ കഫൻ കോ. എൻ്റെ ഭാര്യ ഞാൻ മരിച്ചെന്ന് കേട്ടപ്പോ എൻ്റെ മേല് വന്നിട്ട് ചുമ്മാത്ത, അവളെന്നെ ചുംബിക്കുകയാണ്. ഒടുക്കത്തെ ചുംബനം,
പോകുന്നു എൻ്റെ ഭർത്താവേ, നിങ്ങളുടെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിയവളാണ് ഞാൻ. ഇതാ ഒടുക്കത്തെ വട അവൾ എനിക്ക് വട നൽകുകയാണ്. ബസ്. പക്ഷെ അവൾക്കറിയില്ല, ഉസീ ദിൻ സെ ജന്നത്ത് കെ ഹൂറേ മുജ്കോ ദൂലാ ബനായാ ഹുവേ ഥേ. പക്ഷെ സ്വർഗത്തിലെ ഹൂറിമാറി എന്നെ പുതിയാപ്പിളാക്കിയ വർത്താനുണ്ട് അവൾ അറിയണു. അവിടെ എന്നെ ചമയിക്കാണ് സ്വർഗത്തിൽ. അതുണ്ടോ ഇവളറിയണോ? അങ്ങനെ മരിക്കണം, അതാണ് ഭാഗ്യമുള്ള മരണം. ഇവിടെ ഭാര്യ കെട്ടിപ്പിടിച്ച് കരയുമ്പോ അവിടെ ഒരു പുതിയാപ്പിള ചമയിക്കല്. പുതിയാപ്പിള ചമയിക്കും, യാതൊരു സംശയവുമില്ല. നല്ല മനുഷ്യന്റെ റൂഹാണ് പിടിച്ചതെങ്കിൽ അസ്റായീൽ അലൈഹിസ്സലാം ആ റൂഹുമായിട്ട് മാനത്തേക്ക് പറന്നു പോകുമ്പോ നെയ്യിൽ നിന്ന് വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്ന മാതിരിയാണ് ആ റൂഹിനെ പിടിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ റൂഹുമായിട്ട് ആകാശത്തേക്ക് അസ്റായീൽ പറക്കുമ്പോൾ വാനലോകവും ഭൂമിലോകവും സുഗന്ധം കൊണ്ട് നിറയുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആളുകൾ ചോദിക്കും, അസ്റായീലേ, ഇതാരാ റൂഹ? എന്തോ ഒരു മണം, എന്തോ ഒരു പരിമളം, ആരാ മരിച്ചത്? അസ്റായീൽ ഭൂമിയിൽ വെച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല പേരുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. പേര് നന്നാകണം എന്നുള്ളത് ആ കൂട്ടത്തിൽ കൂടി ഞാൻ പറയാം. അസ്റായീൽ മലക്കുകളോട് പറയും, ഇത് ഇന്ന ഇന്ന അബ്ദുൽ ഖാദിറിന്റെ റൂഹാണ്, ഇത് ഇന്ന ഇന്ന മുഹമ്മദ് മുസ്തഫയുടെ റൂഹാണ്, ഇത് ഇന്ന ഇന്ന അഹമ്മദിന്റെ റൂഹാണ്, ഇത് ഇന്ന അബൂബക്കറിന്റെ റൂഹാണ്. ഇന്ന് പിന്നെ അങ്ങനൊന്നുമല്ല. ഇന്ന് പേരൊക്കെ വലിയ അത്ഭുതമുള്ള പേരാ. ഈയിടെ ഒരു ഗൾഫിൽ നിന്ന് വന്ന സുഹൃത്ത് വലിയ നിർബന്ധം, ഞാൻ അദ്ദേഹത്തിന്റെ വീട് വരെ ഒന്ന് പോകണം. ഈ മലപ്പുറം ജില്ലയിൽ തന്നെയാ. അദ്ദേഹത്തിന് ഇങ്ങനെ ഈ എന്തോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സംസാരം കേട്ടത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലണമെന്നൊരാഗ്രഹം. പോയി, വളരെ ബുദ്ധിമുട്ടി പോകാൻ, കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത്. വീട് കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടി. അദ്ദേഹത്തിന്റെ കൂടെ അല്ല പോയത്. ഒരു ദിവസം പറഞ്ഞിട്ട് പോയി ചെന്ന് നോക്കി. വീട്ടിന് അദ്ദേഹം ഒരു പേരിട്ടിരിക്കുന്നു. ആ പേര് ഞാൻ നോക്കി. അതിനുശേഷം അദ്ദേഹം സ്വന്തം കുട്ടിയെ പരിചയപ്പെടുത്തി തന്നു. ഒരു ചൊങ്കുള്ള പെൺകുട്ടി, ഒരു കുഞ്ഞുമോള്, 2 വയസ്സുള്ളൊരു കുട്ടി. ഞാൻ എവിടെ പോയാലും കുട്ടികളെ കണ്ട കുട്ടികളുടെ പേര് ചോദിക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. എന്തിനാന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ തന്നെയാണ്. ഈ പുതിയ ഗൾഫ് പരിഷ്കാരം കൊണ്ട് മാപ്പിളന്റെയും പെണ്ണുങ്ങളുടെയും പേരിന്റെ 2 അക്ഷരം കൂട്ടിയിട്ട് 3ാമതൊരു അക്ഷരം കൂടിയും കൂട്ടിയൊരിടലുണ്ട്. വല്ലാത്തൊരു പേരിടലാണ്. ആ പേരിട്ട പല അവസരങ്ങളുണ്ട്. വളരെ മോശപ്പെട്ട പേരായിരിക്കും കുട്ടിക്ക് വരിക. വിവരം വേണ്ടേ? ഈയിടെ ഒരു കുട്ടിക്ക് പേരിട്ടു. എൻ്റെ സഹോദരന്മാർ ക്ഷമിക്കണം, സദസ്സിലുള്ള മഹാന്മാർ ക്ഷമിക്കണം. സാനിയ. നല്ല രസമുള്ള പേര്, സാനിയ. ആദ്യം ഇസഡാണ് ഇംഗ്ലീഷിലെ അക്ഷരം. ഉച്ചാരണം കേൾക്കാൻ മധുരമുള്ള ഒരു സ്വരമാണ്. സാനിയ. ഒരു കുഴപ്പമില്ല. പേരെന്താണെന്നറിയോ? തേവിടിശി. ഇതുണ്ടായ സംഭവ. വിവരക്കേടിനൊക്കെ ഒരു അറ്റം വേണം. അറിയില്ലെങ്കിൽ ചോദിക്കണം ആരോടെങ്കിലും. ചരിത്രത്തിലുണ്ട് മഹാന്മാരുടെ പേര്, മഹതികളുടെ പേര് ഇടൂല. അപ്പൊ ഈ വീട്ടിൽ പോയി ഞാൻ ഈ കുട്ടിയോട് പേര് ചോദിച്ചു, എന്താ മോളെ പേര് എന്ന് പറഞ്ഞു. മേര്. അപ്പൊ കുട്ടി പറഞ്ഞതിന് മുമ്പ് വാപ്പ പറഞ്ഞു, ചെറുപ്പക്കാരൻ, പേര് ഞാൻ പറയാം, പേര് മിറാഷ്. മിറാഷ് എന്ന് പറഞ്ഞ റോക്കറ്റിന്റെ പേരാണ്. കുട്ടിക്ക് പേരിട്ടതാണേ മിറാഷ്. ഈ സമുദായം എവിടെയുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഞാൻ ഉടനെ ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, നല്ല പേര്, പക്ഷേ പെൺകുട്ടിയാണല്ലോ, നമുക്ക് കെട്ടിക്കണ്ടേ? കെട്ടിക്കണം, ഘോഷായിട്ട് കെട്ടിക്കണം. കെട്ടിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞേക്കണം, എൻ്റെ മകൾ മിറാഷ് എന്നവളെ ഇത്ര മഹറിന് പകരമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇണയാക്കി കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോ മിറാഷ് എന്നാ ഒരു മനുഷ്യന്റെ പേരെങ്കിലും ഇടണ്ടേന്ന്. റോക്കറ്റിന്റെ പേരേ കുട്ടിക്കേ. എവിടെ എത്തി മനുഷ്യൻ? പട്ടിക്കുട്ടിയെ മടിയിൽ വെച്ച് വളർത്തുന്ന കാലല്ലേ ഇപ്പോ. പട്ടിക്കുട്ടി അതിനെങ്ങനെ കാറിൽ വെച്ച് കൊണ്ടുപോവുക, മാഡമിന്റെ മടിയിൽ പട്ടി, അങ്ങനെയാണ്. എവിടെ എത്തി മനുഷ്യൻ? ചിന്തിച്ചു നോക്കണം. ഒരു ദിവസം 100 രൂപ, 150 രൂപ, 300 രൂപയൊക്കെ പട്ടിയെ വളർത്താൻ വേണ്ടി ചെലവഴിക്കുന്ന ഒരു കോഴിക്കോട്ടുണ്ട്. ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയ്ക്കൊന്നും പോണ്ട. അവരൊക്കെയാണ് ആദ്യം വെടിവെച്ചൊല്ലേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കോടാനുകൂടി മനുഷ്യന്മാരെ വീടില്ലാതെ പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യ.
വിവരണ്ടോ? അവിടെയാണ് പട്ടിക്ക് ദിവസം 300, 400, 500 കൊടുക്കുന്നത്. ഇവിടെ ഒരു സോഷ്യലിസവും വന്നിട്ടില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നിട്ടില്ല. അത് വന്നാൽ ആദ്യം ചെയ്യേണ്ട പണി പട്ടിക്ക് കൊടുക്കുന്ന ആഹാരം മനുഷ്യന്റെ കുട്ടിക്ക് കൊടുക്കാൻ നടപടി സ്വീകരിക്കണം. അതാണ് ജനാധിപത്യം. പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ ഒരു സ്റ്റൈല് വരികയാണെങ്കിൽ അവിടെ മനുഷ്യനാണ് വില. പ്രിയപ്പെട്ടവരെ, അപ്പൊ പേരിടുമ്പോഴും ശ്രദ്ധിക്കണം. അസ്രായീൽ നമ്മെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന പേര് നല്ല പേരായിരിക്കണം. ആ റൂഹ് അങ്ങനെ മുന്നോട്ട് പോയി ഓരോ ആകാശത്തിന്റെയും വാതിലുകൾ ആ റൂഹിന് വേണ്ടി തുറന്നു കൊടുക്കും മലായിക്കത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. അവസാനം അള്ളാഹുവിന്റെ അടുക്കലെത്തും. അള്ളാഹു പറയും, ആ നല്ല ഏടിൽ എൻ്റെ ഈ അടിമയുടെ സൽകൃത്യങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോഴേക്ക് ഇവിടെ കുളിപ്പിക്കൽ കഴിഞ്ഞു. ഇതൊക്കെ നടക്കുമ്പോഴാണ് അവിടെ ഈ റൂഹിനെ കൊണ്ടുപോയി നടന്നത്. മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ പരുത്തിയിലൂടെ ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിക്കുന്ന പോലെ അവന്റെ റൂഹ് പിടിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ. അങ്ങനെ അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ പറയും, എന്നെ കൊല്ലല്ലേ, എന്നെ മരിപ്പിക്കല്ലേ എന്ന്. ദുർഗന്ധം വാനലോകവും ഭൂമി ലോകവും നിറയും. ആകാശത്തേക്ക് അവൻ എത്തുമ്പോഴേക്ക് ആ മലായികത്ത് ചോദിക്കും, അസ്രായീലേ, ഇതാരുടെ റൂഹാണ്? ഭൂമിയിൽ അവന്റെ വൃത്തികെട്ട പേരുകൊണ്ട് അവനെ പരിചയപ്പെടുത്തും. അള്ളാഹു പറയുന്നു, കാണണ്ട, അങ്ങറിയുക, വലിച്ചെറിയുക. അവന്റെ റൂഹിനെ അജ്ഞാതമായ പ്രേതം പോലെ മലായികത്ത് വലിച്ചെറിയുമ്പോൾ അത് ഭൂമിയിലെത്തുന്നു. അപ്പോഴേക്ക് നമ്മൾ മയ്യിത്തും കട്ടിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. മൂനായ മനുഷ്യന്റെ മുമ്പിൽ ഖബറതാ വിശാലമാകുന്നു. അവിടെ അതാ നല്ല നല്ല വെള്ള വസ്ത്രം ധരിച്ച സുന്ദര കോലങ്ങൾ വന്നിരിക്കുന്നു. ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്? മരിച്ചുപോയ മൂമിൻ ചോദിക്കുന്നു, നിങ്ങൾ ആരാണ് ഇത്ര സുന്ദരന്മാർ? അവര് പറയുന്നു, ഞങ്ങൾ നീ ചെയ്ത സാലിഹായ അമലുകളാണ്. നിന്റെ നമസ്കാരമാണ്, നിന്റെ നോമ്പാണ്, നിന്റെ സക്കാത്താണ്, നിന്റെ ഹജ്ജാണ്, നിന്റെ സദഖയാണ്, നീ പള്ളിക്ക് വേണ്ടി കൊടുത്ത ചില്ലാനമാണ്, നീ മസ്ജിദിന് വേണ്ടി കൊടുത്ത നോട്ടിന്റെ കെട്ടാണ്, നീ റബ്ബിന് വേണ്ടി ചെലവഴിച്ചതാണ്, നിന്റെ സദഖയാണെന്ന് പറയുന്നു. വൃത്തികെട്ടവന്റെ കാര്യത്തിലോ ഖബറതാ ഇടുങ്ങുന്നു, ഖബറിടമേ ഇടുങ്ങുക എന്ന് പറയുമ്പോഴേക്ക് ഖബർ അവനെ ഞെക്കി ഞെരിഞ്ഞമർത്തുന്നു. കുറെ കരിമ്പൂതങ്ങളെ പോലെ, കരിക്കട്ട പോലെ കറുത്ത കോലങ്ങൾ വന്ന് അവന് ചുറ്റും നിറയുന്നു. അവൻ പേടിച്ച് ബേജാറാകുന്നു. നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ പേടിപ്പിക്കുന്നത്? നിങ്ങൾ ആരാണ് എന്ന് പറയുമ്പോഴേക്ക് ആ കോലങ്ങൾ പറയുന്നു, ഖബറിൽ വെച്ച് ഞങ്ങൾ നീ ചെയ്ത തെറ്റുകളാണ്, നിന്റെ പാപങ്ങൾ, നിന്റെ തിന്മകൾ. നീ റമളാനിനെ പരിഹസിച്ചവനാണ്, നീ നമസ്കാരം ഉപേക്ഷിച്ചവനാണ്, നീ റബ്ബിനെ ധിക്കരിച്ചവനാണ്, നീ റസൂലിനെ ധിക്കരിച്ചവനാണെന്ന് പറയുന്നു. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഈ കഥ പറയുന്നു. ഖബറിൽ ഇതൊക്കെ നടക്കുമ്പോഴേക്ക് മയ്യിത്തും കട്ടിൽ നമ്മൾ തലയിൽ ചുമക്കുകയാണ്. പരൻ വീതി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ. മാപ്പിളപ്പാട്ട് നല്ല കാലത്തുണ്ടായിരുന്നൊരു കാലത്തെ പാട്ടാണിത്. അന്ന് ഖബറിനെ പറ്റി മരണത്തെ പറ്റിയൊക്കെ പാടുക. ഇന്ന് അമ്മായിമ്മയും തരിവലി അപ്പവും അതിലപ്പുറം ഒരു പാട്ടുമില്ല. അങ്ങനെയാണ്. ഞാൻ ഈയിടെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോണ്ട്, ഒരാഴ്ച മുമ്പ് ജനാബ് AV മുഹമ്മദ് സാഹിബ് എടരിക്കോട്ട് അങ്ങാടിയിൽ നിൽക്കുന്ന ഈ പാട്ട് പാടിയ മനുഷ്യൻ, ഞാൻ ചെറുപ്പത്തിൽ കേൾക്കുന്ന ഈ പാട്ട്, എനിക്ക് ആ മനുഷ്യനോട് ഒരൊറ്റ സ്നേഹം, ഈ ഒരൊറ്റ ഗാനം പാടിയതാ. എന്തൊരു ഗാനമാണിത്! ഇങ്ങനത്തെ ഒരു ഗാനം മാപ്പിള സാഹിത്യത്തിൽ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ പറയും. ഞാൻ ഉടനെ വിളിച്ചു, എൻ്റെ ആവേശം കൊണ്ട് AV എന്ന് വിളിച്ചു. പിന്നെ എനിക്ക് തോന്നിപ്പോയത് അദബുകേടായോ? പ്രായം ചെന്നൊരു മനുഷ്യൻ, ഒരു നല്ല ഗായകൻ, ഞാൻ അദ്ദേഹത്തെ പേരിന്റെ ഇനീഷ്യൽ കൂട്ടി വിളിച്ചത് ഒരു അദബുകേടായോ എന്ന് തോന്നി. പക്ഷെ അദ്ദേഹം കേട്ടു വന്നു. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, AV എന്ന് വിളിച്ചത് പെട്ടെന്ന് എൻ്റെ ആവേശം കൊണ്ട് വിളിച്ചു പോയതാണ്, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരുരങ്ങാടിക്ക് പോവാൻ എൻ്റെ കൂടെ വന്നു. വണ്ടി കയറി. മൈലാഞ്ചിട്ട മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ജനാബ് AV മുഹമ്മദ് സാഹിബിനെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ പാട്ടൊന്ന് പാടുമെന്ന് ചോദിച്ചു. കാറിലിരുന്നിട്ട് ഇയാളങ്ങോട്ട് പാടാൻ തുടങ്ങി. ഡ്രൈവറൊക്കെ ആകെ അന്തം വിട്ടുപോയി. പരൻ വീതി ചുമ്മായിട്ട് ചൊങ്കില് നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ട് നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. അങ്ങനെ വേണം സാഹിത്യവും പാട്ടും ഒക്കെ. ഇന്ന് അങ്ങനല്ല. ഇന്ന് അമ്മായിമ്മ, മൈലാഞ്ചി, അപ്പത്തരം, മൂതരട്ടത്,
തരിവളക്കി ഇലുക്കിയത്, പൊട്ടിയത്, പൊട്ടിച്ചത്. ഓ, ഇടങ്ങറാണ്. വേറൊന്നുമില്ല, ജീവിതം അവിടെ തന്നെ. വരിക്കച്ചക്ക തീറ്റിക്കാന്നും പറഞ്ഞ് കുപ്പിയിലാക്കിയില്ലേ, നിങ്ങള് നമ്മളെ കുപ്പിയിലാക്കിയില്ലേ. പാട്ടായി പോയി. അവിടെ വരിക്കച്ചക്കക്ക് ചക്കാന്നും അല്ല അർത്ഥം. ചക്ക എന്നാണെങ്കിൽ സഹിക്ക, കുറച്ച് മോശപ്പെട്ട അർത്ഥമാണ്, സദസ്സിൽ പറയാൻ പറ്റൂല. തെറി പാട്ടാക്കിയിട്ട് അത് വിറ്റിട്ടല്ലേ ഇവിടെ അവര് ജീവിക്കേണ്ടത്. തെറി അതിനേക്കാളും നല്ലത് എരയമ്മൻ തമ്പിയാണ്. പ്രാണനാഥനെനിക്കു നൽകിയ പരമാനന്ദരസം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ അശ്ലീലം എഴുതിയ ആളാണ് എരയമ്മൻ തമ്പി. പക്ഷെ തമ്പി പോലും ഇങ്ങനെ എഴുതിയിട്ടില്ല. തമ്പി ഇത്തിരി മര്യാദ ഒക്കെ പാലിച്ചിരുന്നു. തമ്പി ഇത്തിരി ഒരു മറയോടെയാണ് വാക്കുകൾ ഉപയോഗിക്കുക. ഇവർക്ക് മറല്ല. മണിയറയിൽ എന്തൊക്കെ നടക്കണോ അത് കാസറ്റ് ആക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ നിലവാരാണ് പോണത്. എല്ലാം പരസ്യമാക്കി പറയാനുള്ളതാണോ? എല്ലാം പാട്ടാക്കാൻ പറ്റുമോ? പ്രേമമാണെങ്കിലും ശൃംഗാരമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും അതിനും വേണ്ടേ ഒരു മര്യാദ. അല്ലെങ്കിൽ മനുഷ്യൻ മൃഗമായിട്ട് അധപ്പതിക്കൂലേ? മലയാള കവിതകളിൽ ശൃംഗാരം കൈകാര്യം ചെയ്തവർ പോലും അതിന് മറയോടെ കൈകാര്യം ചെയ്തപ്പോൾ അതിന് രസമുണ്ടായി. സീമന്തിനി നിൻ ചൊടികളിൽ ആരുടെ പ്രേമമൃദു സ്മേരത്തിൻ സിന്ദൂരം, ആരുടെ കൈനഖേന്തു മരീചികയിൽ കുളിച്ചാകെ തളിർത്തു നിൻ കൗമാരം എന്ന് വയലാർ രാമവർമ്മ എഴുതിയ അത് ശൃംഗാരമാണ്. കാരണം രാമവർമ്മക്ക് വിവരമുണ്ട്. ഇതേതുവന് വിവരമില്ല. വരിക്കച്ചക്ക ഈ കട്ടില് കണ്ട് പനിക്കണ്ട, അത്രയുള്ള വിവരം. സ്വർണം തേച്ച പല്ലും കാട്ടി ചിരിക്കുന്ന കാക്ക, കട്ടില് കണ്ട് പനിക്കണ്ട, അത്രയുള്ളൂ. അമ്മായിമാരുടെ അടുത്തേക്ക് വിരുന്ന് പോയതിൽ അമ്മായിമ്മ എങ്ങനെ ഇതിൽ കഥാപാത്രമായെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. ഭാര്യ കഥാപാത്രമായെങ്കിൽ മനസ്സിലാക്കാം. ഈ അമ്മായിമാക്ക് എന്ത് റോളാ വിവാഹത്തിലുള്ളത്? എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ലത്. പമ്പർനോത്തിന്റെ മോളെ ഈ ചെറുപ്പക്കാരൻ കെട്ടിയെന്നല്ലാതെ വേറെന്താണ്? പുതിയാപ്പിളയുമായി ബന്ധപ്പെട്ടതിലൊക്കെ അമ്മായിമാക്ക് റോൾ ഉണ്ടാക്കിയത് മാപ്പിള ദുരാചാരമാണ്. ചെറുപ്പക്കാരെ അതിനെ തകർക്കുക, മാപ്പിള ദുരാചാരത്തിന്റെ കോട്ടകൾ തകർക്കുക. വിവാഹത്തിൽ അമ്മായിമ്മക്ക് സ്ഥാനമുണ്ടാക്കി കൊടുത്തത് ഇസ്ലാമല്ല. ചെറുപ്പക്കാരൊരു മോതിരമണിയിക്കൽ, പിന്നെ ഒരു മാലയിടൽ, പിന്നെ ഒന്ന് കൊണ്ടുപോകൽ, പാലുണ്ടേ കൊടുക്കൽ. ഓ, അമ്മായിമ്മക്ക് ചിലപ്പോൾ രസം ഉണ്ടാവും. കാരണം ഒന്നുകൂടി ആ പഴയകാല മയവിറക്കാം. ഞാനും ഇങ്ങനെ ഒരു നാളിൽ പാലുമായി പോയതാണ്. അന്ന് കാണാനൊക്കെ ഇത്തിരി ചൊങ്കുണ്ടായി. ഇപ്പൊ വെജ വൃത്തികെട്ട ഏർപ്പാട്. അതാ പെൺകുട്ടീൻ്റെ കൈ കൊടുക്കണം പാല്. ഈ തള്ളക്കെന്ത് കാര്യം അതിൽ? അമ്മായിമ്മ ഉണ്ടാക്കിയ ദുരാചാരങ്ങളെ എതിർക്കണം. ഈ പാട്ട് ഓർത്തപ്പോ ഓർത്തതാണ്.